നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്രിൻസിപ്പൽ എന്നെ അയാളുള്ളപ്പോ വിളിച്ചെടുത്ത് സംസാരിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്ദ്രേട്ട. അയാള് പ്രിൻസിപ്പലിന് മുന്നിൽ വെച്ച് എന്നോട് ക്ഷമ ചോദിക്കുമ്പോ എനിക്ക് അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റൂ. അഞ്ചാടി അവനൊന്ന് ചതിക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റ് അപകടങ്ങളൊന്നും നിനക്ക് സംഭവിക്കാതിരുന്നുകൊണ്ടാവാം ജീവൻ രാജിനു വേണ്ടി പ്രിൻസിപ്പൾ നിന്നോട് സംസാരിച്ചത്. കോളേജിൽ വെച്ച് അവന് ഉപഹാരം നൽകുന്നത് വരെ അവർ കാര്യങ്ങൾ എത്തിച്ചത്. ഇവൾക്ക് അപകടം ഉണ്ടായില്ലെങ്കിലും കുടുംബത്തിനാകെ നാണക്കേടുണ്ടായില്ല ഇന്ദ്രേട്ടാ. അന്ന് അച്ഛനും ഞങ്ങളൊക്കെ അനുഭവിച്ച ടെൻഷൻ എന്തുമാത്രമായിരുന്നു. ഇവൾ അതൊക്കെ മറക്കാൻ പാടുണ്ടോ? അതിപ്പോ കോളേജിൽ വെച്ച് പ്രിൻസിപ്പളെ വിളിച്ച് സംസാരിക്കുമ്പോ മഞ്ചാടിയുടെ സ്ഥാനത്ത് നീ ആയാലും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു പോവും ചേരും. ഇവളുടെ സിറ്റുവേഷൻ കേട്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത്. ജീവൻ രാജിന് തുടർന്ന് പഠിക്കാൻ വേണ്ടി കേസൊന്ന് ഒഴിവാക്കി കിട്ടാനുള്ള റിക്വസ്റ്റുമായി ദാസങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മഞ്ചാടി, അവൻ കേസിൽ നൂരി പോകാൻ വേണ്ടി എല്ലാ വഴികളും നോക്കും. അവസാനം നീ അതിന് സമ്മതിക്കേണ്ടിയും വരും. എന്നിട്ട് ദാസങ്ങളും രഘുവേട്ടനും കൂടെ അവരോട് എന്താ ഇന്ദ്രേട്ടാ പറഞ്ഞേ? അവർക്കങ്ങനെ വ്യക്തമായൊരു തീരുമാനം പറയാൻ കഴിയില്ല. പക്ഷേ അതിനുശേഷം അവിടെ നടന്ന ചർച്ചയിൽ വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. ചിലപ്പോ നിങ്ങളുമായിട്ട് രഘു അത് സംസാരിച്ചിട്ടുണ്ടാവും. പറ്റിയാൽ ഇക്കാര്യത്തിൽ അനുവിൻ്റെ അഭിപ്രായം തേടണമെന്ന് അവരെന്നോട് പറഞ്ഞുകൊണ്ട് കൂടിയാ ഞാനിപ്പോൾ ഇത് പറയുന്നത്. വിനയൻ ഒരു സെൽഫോൺ കമ്പനിയുടെ സർവീസ് സെൻ്ററുകളുടെ ചീഫായിട്ട് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. വലിയ സാലറിയും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ജോലിയാണ്. പക്ഷെ അവിടെ ജോലിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ പോലീസിൻ്റെ നോൺ ഒഫൻസ് സർട്ടിഫിക്കറ്റ് വേണം. അത് കിട്ടണമെങ്കിൽ അയാളുടെ പേരിലുള്ള കേസും പിൻവലിക്കണം എന്നായിരിക്കും അല്ലേ? ഇതെല്ലാം ആ കേസിലെ പ്രതികൾ ഒരുമിച്ചുണ്ടാക്കിയ ഡ്രാമയാവാനാണ് സാധ്യത ഇന്ദ്രേട്ടാ. ഒരുത്തന്നെ റാങ്ക്, മറ്റേക്ക് ജോലി. ഇതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് ആദ്യം അന്വേഷിക്കണം. ജീവൻ രാജിന്റെ റാങ്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും കോളേജ് നോട്ടീസ് ബോർഡിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ചിലപ്പോ സത്യമായിരിക്കും. പക്ഷെ വിനയന്റേത് അതിന്റെ മറ പിടിച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രമായിരിക്കും. ഏയ്, അതങ്ങനെ ആവാൻ സാധ്യതയില്ല ചീരു. അവൻ്റെ മെയിലിൽ വന്ന കമ്പനിയുടെ അപ്പോയിൻമെന്റ് ഓർഡറിന്റെ കോപ്പി ദാസങ്ങളുടെ ഫോണിലുണ്ട്. വിനയൻ അച്ഛനെ കാണാൻ വീട്ടിൽ വന്നതും പിന്നീടുണ്ടായ സംഭവങ്ങളും രഘുവേട്ടൻ നമ്മളോട് പറഞ്ഞല്ലേ ചേരൂ. കേസ് പിൻവലിക്കുന്ന കാര്യം സംസാരിക്കാനാവും വിനയൻ വീട്ടിലേക്ക് വന്നത്. ആ, എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട്. എല്ലാരും കൂടെ എങ്ങോട്ടേക്കാ പോകുന്നെന്നും മനസ്സിലാവുന്നുണ്ട്. രണ്ട് ചെറുപ്പക്കാരുടെ ഭാവി ഓർത്ത് അച്ഛൻ ചിലപ്പോ മഞ്ചാടിയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാനും തയ്യാറാവും. പക്ഷെ അതുകൊണ്ടൊന്നും ചീരുവിന്റെ മനസ്സ് മാറുന്ന ആരും പ്രതീക്ഷിക്കണ്ട. മഞ്ചാടി, നീ അങ്ങോട്ട് ചെല്ല്. വിനയനിലെ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോ തന്നെ രഘുവേട്ടൻ പറഞ്ഞിട്ട് ഞാനും അമ്പിളിച്ചേച്ചിയൊക്കെ ചീരുവിന്റെ മനസ്സറിയാനൊന്ന് ശ്രമിച്ചതാ. പക്ഷേ അവൾ അടുക്കുന്ന ലക്ഷണമൊന്നും ഇല്ല ഇന്ദ്രേട്ടാ. അതിന് അവരൊരുമിച്ച് ജീവിക്കുന്നതിനെ പറ്റിയ ഒരു ചർച്ചയൊന്നും ഇപ്പോൾ വേണ്ടല്ലോ. വിനയൻ ജോലിയൊക്കെ ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോകുന്നെന്ന് അറിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ പോരെ? അത് മതി. അതിന് അച്ഛൻ വരാതെ എങ്ങനെയാ ഒരു തീരുമാനം എടുക്കുന്നേ? അച്ഛൻ്റെ ആഗ്രഹം മക്കളെല്ലാവരും വീണ്ടും ഭർത്താക്കന്മാർക്കൊപ്പം ചേർന്ന് പോകണമെന്നാ. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇനി വിളിക്കുമ്പോൾ കേസിന്റെ കാര്യം ദാസങ്ങളുമായിട്ട് സംസാരിച്ച ഒരു ധാരണയിലെത്തിയേക്കുമെന്നാ. മഞ്ചാടിയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കുന്നതിനെ കുറിച്ച് ഇന്ദ്രേട്ടന്റെ അഭിപ്രായം എന്താ? എല്ലാവർക്കും അതുകൊണ്ട് നല്ലതാണ് സംഭവിക്കുന്നതെങ്കിൽ തെറ്റിതിരുത്താൻ ഒരു അവസരം അവർക്ക് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിൽ വേറൊരു പ്രശ്നം ഞാൻ കാണുന്നുണ്ടു. അതെന്താ ഇന്ദ്രേട്ടാ? ഗൂഗിള്. ജീവൻ രാജിന്റെ കയ്യിൽ നിന്ന്
മഞ്ചാടിയെ രക്ഷിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നവനാ ഗോകുല്. ജീവൻ രാജിനെ ഈ കേസിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ സഹായിച്ച അത് നമ്മൾ ഗോകുലിനോട് ചെയ്യുന്ന അനീതിയായിരിക്കില്ലേ? ലോഡ് ഇപ്പോൾ പുറപ്പെട്ട് കോയമ്പത്തൂർ കഴിയേണ്ട സമയമായല്ലോ. ഓക്കെ ഓക്കെ. ഞാനൊരു യാത്രയില്ല. ഓക്കെ ശരി, ഞാൻ വിളിക്കാം. ലോഡ് പുറപ്പെട്ട കാര്യം സംസാരിക്കാൻ വിളിച്ചതാ. എന്റെ സച്ചേട്ട ഇനി എപ്പോഴാ വീട്ടിലെത്തുന്നത്? ഇത്രയും ലേറ്റ് ആക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. സച്ചേട്ടന്റെ കുടുംബസ്നേഹം ഇത്തിരി കൂടുതലാ. അതേടി, അതുകൊണ്ടാണല്ലോ ഞാനും നിന്റെ മക്കളും എല്ലാരും കൂടെ ഒരുമിച്ചിപ്പോഴും പോകുന്നേ. അച്ഛാ, അമ്മ പറഞ്ഞത് അമ്മാവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകിയ കാര്യമാ. നമ്മളിനി വീട്ടിലെത്താൻ ഒരുപാട് വൈകില്ല അച്ഛാ. അതിനെന്താടാ, നമ്മളിപ്പോ പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? സുഖമായി കിടന്നുറങ്ങാം, നാളെ രാവിലെ തൊട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. രാവിലെ സത്യേട്ടന്റെ അമ്മ വീട്ടിലെത്തും. നാളെ കുടുംബജോത്സ്യരെ കാണാന്നല്ലേ അച്ഛൻ അവരോട് പറഞ്ഞ്? എടി, അത് ശരി തന്നെയാ. നിന്റെ അമ്മായിയമ്മയ്ക്ക് എന്തൊരായുസ. പറഞ്ഞപ്പോഴേക്കും വിളി വന്നല്ലോ. സുശീലേ. സച്ചി സാറേ, നിങ്ങൾ വീട്ടിലെത്തിയോ? ഇല്ല സുശീലേ, അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. മിക്കവാറും അവിടെ എത്തുമ്പോൾ പാതിരാത്രി കഴിയും. അല്ല, അതെന്ത് പറ്റി? അല്ല, ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ. അവരൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഇറങ്ങി വരാൻ പറ്റുമോ? ഏതായാലും നാളെ തന്നെ നമുക്ക് കുടുംബജോത്സ്യരെ പോയി കാണണം സച്ചി സാറേ. ഇനി സമയം കളയാനില്ലാതാ. എനിക്കറിയാം. ആ കാര്യത്തിൽ നിങ്ങളെക്കാൾ അധികം ടെൻഷൻ എനിക്കുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നേരെ ജ്യോതിശാലയത്തിലേക്ക് വന്നാൽ മതി. അദ്ദേഹം എന്തു പറയുന്നു എന്ന് അറിഞ്ഞ ശേഷം നമുക്ക് വീട്ടിൽ വന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താം. അത് മതി. പണിക്കർ സാറിന്റെ ജ്യോത്സ്യാലയം എനിക്കറിയാം. ഞങ്ങൾ എത്ര മണിക്ക് അവിടെ എത്തേണ്ട സാറേ? ഒരു 8 മണി പറഞ്ഞാൽ പോരെ? നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു 8 മണിയാകുമ്പോൾ അവിടെ എത്തിക്കോ. ഞാനിപ്പോൾ തന്നെ പണിക്കർ സാറിനെ വിളിച്ചിട്ട് അപ്പോയിൻമെന്റ് എടുക്കാം. ശരി സാറേ, അപ്പോൾ പിന്നെ രാവിലെ കാണാം. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. നമുക്ക് പോയാലോ? നീ വണ്ടി എടുത്തു. എനിക്ക് ഓടിക്കാനോ? മര്യാദയ്ക്ക് ഓടിക്കാം. വാടി കയറി. എനിക്കും കുടുംബസ്നേഹമൊക്കെ ഉണ്ട് കേട്ടാ. അതുകൊണ്ട് വേഗം കയറി.